C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ആന്റി, എന്താ മോളെ? ആന്റി ഇത് എവിടേക്കാ? ഒന്ന് പുറത്തു പോണം മോളെ. നമ്മുടെയൊക്കെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ദിവസം ഇന്ന്. എന്താ ആന്റി? ഈ വീടിനെ ഒരു ധൂമകേതു ബാധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? അതിനെ ആവാഹിച്ച് ഒഴിപ്പിച്ചു വിടുന്ന ദിവസം ഇന്ന്. ധൂമകേതു എന്ന് പറയണമെങ്കിൽ അത് ശാലിനി തന്നെ. അവളെ എങ്ങനെ ഒഴിപ്പിക്കാൻ ആന്റിയുടെ പദ്ധതി? എനിക്കൊന്നും മനസ്സിലായില്ല ആന്റി. അവളെ ഞാൻ വിളിപ്പിച്ചിരിക്കുക സീതാമൗണ്ടിലെ കാളിക്ഷേത്രത്തിലേക്ക് സത്യപരീക്ഷയ്ക്ക്. സത്യപരീക്ഷിക്കോ? അതെ, കള്ളം പറഞ്ഞ ആരും പിടിച്ചു നിൽക്കില്ല അവിടെ. ആന്റി, ആന്റി അവളെ കൊണ്ട് എന്ത് സത്യം ചെയ്യിപ്പിക്കാൻ പോന്നെ? എനിക്കിതിലെ സത്യം അറിയണം, അത്രേ ഉള്ളൂ. പരപുരുഷന്മാരാരുമായി അവള് ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് സത്യം ചെയ്യുന്നതെങ്കിൽ സത്യപരീക്ഷയിൽ അവള് വിജയിക്കും. അതേസമയം ഗർഭം ഇല്ലാന്ന് സത്യം ചെയ്യാൻ പറഞ്ഞാ അവള് പെടും, പ്രീതിയാകും പ്രതി. നീ എന്താ ആലോചിക്കുന്നേ? ഗർഭിണിയാണോ അല്ലയോ എന്ന് അവളെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചാ മതി ആന്റി. അത് നമുക്ക് ആലോചിക്കാം. എന്നാ ഞാൻ പെട്ടെന്ന് പോയി റെഡിയായിട്ട് വരാം. നീ വരുന്നുണ്ടോ കൂടെ? ഞാനില്ലാതെ എങ്ങനെയാ ആന്റി ശരിയാവുക? ഇതിന്റെ റിസൾട്ട് എനിക്കും കൂടി അറിയണ്ടേ? എന്നാ നീ പോയി ഡ്രസ്സ് മാറി വാ. ശാലിനിയുടെ സിവിൽ സർവീസ് പരീക്ഷ എന്തായോ എന്തോ. അത് പാസ്സായി അവൾ സിവിൽ സർവീസിൽ കയറി പറ്റിയ സുസ്മിതയെ പോലുള്ള ഞാഞ്ഞൂലുകൾക്കൊന്നും അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവൾക്കത് കിട്ടുവച്ച, അതിനുള്ള ഡെഡിക്കേഷൻ ഉണ്ട് അവൾക്ക്. അതിനുവേണ്ടി ഒരുപാട് ഹാർഡ് വർക്കും ചെയ്തിട്ടുണ്ട്. കുഞ്ഞേ, പാലെടുത്ത് വെച്ചത് കുടിച്ചില്ലല്ലോ, ഒന്നുകൂടെ ചൂടാകട്ടെ? എന്താ മോളെ പ്രീതി, ഇതൊക്കെ പറഞ്ഞിട്ട് വേണോ? പാല് കുടിക്കാൻ തോന്നുന്നില്ല അച്ഛാ. 2 നേരം കുങ്കുമപ്പൂട്ട പാല് തരണോന്നാ ശാലിനി കുഞ്ഞു പറഞ്ഞിരിക്കുന്നേ. ശാലിനി പറഞ്ഞെങ്കിൽ അതുപോലെ ചെയ്യും മോളെ, അതുകൊണ്ട് നിനക്ക് ദോഷമൊന്നും വരില്ല. അതെനിക്കറിയാം അച്ഛാ, പക്ഷെ പാല് കുടിച്ചു കഴിയുമ്പോ ഓക്കാനം പോലെ വരും. അങ്ങനെ പറഞ്ഞാൽ ശരിയാവോ? അത് ഈ സമയത്ത് ഒട്ടും ശരിയാവില്ല. ദീപാരാധന തൊഴാനാണെങ്കിൽ നേരം വൈകുവേ. ദീപാരാധന തൊഴണമെന്ന് നിർബന്ധമൊന്നുമില്ല കൃഷ്ണോടിച്ചേട്ടാ, ആൾക്കാരൊക്കെ ഒന്ന് കാണണം, അത്രേ ഉള്ളൂ. ആൾക്കാരൊക്കെ കാണണമെന്നോ അതോ ആൾക്കാരെ ഒക്കെ കാണണമെന്നോ? ആൾക്കാരെയൊക്കെ എന്ത് കാണാനാ, അമ്പലത്തിൽ വരുന്നവര് നമ്മുടെ പാകിട്ടും പത്രാസും ഒക്കെ ഒന്ന് കാണണം. ഈ സ്വർണ്ണമൊക്കെ കണ്ട് കൊതിക്കണം. ഇവിടെ ആരെ കാണിക്കാനാ വിജയലക്ഷ്മി? ഒന്നാമത് നമ്മുടെ നാടല്ല, നീ ആരാണെന്ന് പോലും ആർക്കും അറിയില്ല. അത് തന്നെയാ കൃഷ്ണൻകുടിച്ചേട്ടാ പ്രശ്നം. താക്കലയിലായിരുന്നെങ്കിൽ പരിചയക്കാര് കല്യാണത്തിനെങ്കിലും വിളിച്ചേനെ. ഇതിപ്പോ ഇവിടെ എങ്ങനെയാ നാട്ടുകാരെയൊക്കെ കാണിക്കുന്നത്? നിന്റെ ഒരു ആശയല്ലേ, നടക്കട്ടെ. പിന്നല്ലാതെ. ഓ അമ്മ ഇതെങ്ങോട്ടാ? എന്താ ഈ സ്വർണ്ണക്കടയുടെ പരസ്യം പോലെ എങ്ങോട്ടാ ഇറങ്ങി പോന്നേന്ന്? ദീപാരാധന തൊഴണം. ഇവിടെ വന്നേ പിന്നെ ദൈവവിചാരം തീരെ ഇല്ലാണ്ടായി. അമ്മ നിന്നേ. അമ്മയല്ലേ പറഞ്ഞത് ശാരികയുടെ സ്വർണം മൊത്തം ലോക്കറി വെച്ചിരിക്കുകയാണെന്ന്? ലോക്കർ എവിടാണെന്ന് ഇപ്പൊ മനസ്സിലായി. ഈ ലോക്കർ എന്ന് പറയുന്നതേ തുറക്കാനും അടയ്ക്കാനും പറ്റുന്ന സാധനം. എനിക്കൊരാവശ്യം വന്നപ്പോ ഞാൻ അതിൽ നിന്ന് 2 3 ആഭരണം എടുത്തു.
സ്വർണത്തില് പൊതിഞ്ഞു നടക്കാനൊന്നും എന്നെ കിട്ടില്ല. സിമ്പിളായിട്ട് നടക്കാനാ എനിക്കിഷ്ടം. ഇതാണോ അവൻ 2-3 ആഭരണം? കണ്ടോ കൃഷ്ണൻ കുട്ടിച്ചേട്ടാ, ഇവൻ കണക്ക് പറയുന്നത് കേട്ടോ. അവന്റെ ഭാര്യയുടെ ആഭരണം ആയതുകൊണ്ടല്ലേ. എന്റെ രംഗനാഥൻ ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിലേ എന്നെ സ്വർണം കൊണ്ട് മൂടിയനെ. വേണമെങ്കിലേ ഞാനിത് മൊത്തം ഊരി തന്നേക്കാം നിന്റെ ഭാര്യയ്ക്ക് തന്നെ. എന്താ ആന്റി ഇങ്ങനെ? രാജീവ് സാർ എന്തോ കളി പറഞ്ഞെന്ന് വെച്ച് സാറിന്റെ സ്വഭാവം ആന്റിക്ക് അറിയില്ലേ? ആ ഇപ്പൊ ശാരിക പറയുന്നത് ആ തറവാടിത്തം. ഏവൻ ചുമ്മാ ഒരുമാതിരി. ആന്റി അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വാ. വിട്ടുകളെ സാറേ. എടോ, അമ്മയാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. തെമ്മടുത്തരല്ലേ കാണിക്കുന്നത്? നമ്മുടെ മാരേജ് റിസപ്ഷൻ ആണോ അതോ ഇവരുടെ ദീപാരാധന തൊഴിലാണോ പ്രധാനം? അതെ, നമ്മുടെ മാരേജ് റിസപ്ഷനിൽ ഞാൻ പൊന്നിട്ടില്ലെന്ന് പറഞ്ഞ് സാറിന് എന്തെങ്കിലും കുറവുണ്ടായോ? എനിക്ക് ഏറ്റവും വിലപ്പെട്ട സ്വത്ത് കൈ പിടിച്ചെന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. നമുക്കിടയിലുള്ള സ്നേഹത്തിന് ഒരു പണത്തൂക്കം കുറവുണ്ടായതായി സാറിന് തോന്നുന്നുണ്ടോ? അതെ, അമ്മാവനും അമ്പലത്തിൽ പോയി. ഇങ്ങനെ കുറച്ച് നിമിഷങ്ങളിൽ നമുക്ക് കിട്ടൂ പ്രേമി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.